ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മിൽ ആനന്ദം നിറയ്ക്കുന്ന കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ ഏറ്റുപറയാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലൂക്കാ സുവിശേഷം 1 അധ്യായം 44 വാക്യം. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 44. ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. എലിസബത്ത് മറിയത്തോട് പറയുന്ന വാക്കുകളാണ്. തൻ്റെ ഇളയമയായ ഏലീഷ്ബായെ സന്ദർശിക്കാൻ മറിയം മലഞ്ചെരുവിലുള്ള വീട്ടിലേക്ക് ചെന്ന് കയറുന്നു. മറിയത്തിൻ്റെ സാന്നിധ്യം എലിസബത്തിൽ മാത്രമല്ല, എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിലും ആനന്ദം നിറയ്ക്കുന്നു. അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കും. എന്താണ് മറിയത്തിൻ്റെ സാന്നിധ്യം ആ വീട്ടിൽ വരുത്തിയ മാറ്റം? എങ്ങനെയാണ് എലിസബത്തിലും കുഞ്ഞിലും ആനന്ദം നിറയ്ക്കാൻ മറിയത്തിന് കഴിഞ്ഞത്? ഉത്തരം, മറിയത്തിൻ്റെ ഉള്ളിൽ അവൾ ഈശോയെ പേറുന്നുണ്ട്. ഉദരത്തിലെ ഈശോയെയും കൊണ്ട് മറിയം ചെന്ന് കയറിയ ഇടത്ത് ആനന്ദം നൽകി. നമുക്കുള്ള പാഠവും ധ്യാനവുമാണ് അത്. എപ്പോഴും സന്തോഷം അനുഭവിക്കാൻ മറിയം പറയുന്നുണ്ടല്ലോ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന്. കർത്താവിൽ ആനന്ദം കണ്ടെത്താൻ പഠിക്കുന്ന ഒരാള് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം അതാണ്. ചെന്ന് കയറുന്ന ഇടങ്ങളിൽ സന്തോഷം, ആനന്ദം. നമുക്ക് ആത്മശോധന ചെയ്യാൻ കഴിയണം. നമ്മൾ എത്രയോ പേരെ കണ്ടുമുട്ടുന്നുണ്ട്, എന്തോരം പേരോട് നമ്മൾ വർത്തമാനം പറയുന്നുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ, നമ്മൾ സംസാരിക്കുന്നവരിൽ ആനന്ദം നിറയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മളിൽ ആനന്ദം ഉണ്ടോ? നമ്മളിലെ ആനന്ദത്തിൻ്റെ കാരണം കർത്താവുമായുള്ള ബന്ധവും നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യവുമാണ്. നിരന്തരം കർത്താവുമായി ബന്ധത്തിലായിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി അയാൾ അനുഭവിക്കുന്ന ആനന്ദമായിരിക്കും. ചുറ്റുപാടും നടക്കുന്നതൊന്നും അയാളിലെ ആനന്ദത്തെ എടുത്തു മാറ്റില്ല. കാരണം അയാൾ സന്തോഷിക്കുന്നത് മാറുന്നവയിലല്ല, മാറാത്തവനിലാണ്. ദൈവം ഒരാൾ മാത്രമാണ് മാറാത്തവൻ. മാറ്റമില്ലാത്ത ദൈവത്തിൽ നമ്മുടെ ആനന്ദത്തെ നമുക്ക് കണ്ടെത്താം. അങ്ങനെ വരുമ്പോൾ ഈ അവർണ്ണനീയമായ ആനന്ദത്തിൻ്റെ അനുഭവം മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചു നൽകാൻ, ഒരു പക്ഷേ ഒരു ചെറു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരു പ്രോത്സാഹനം, ഒരു പ്രചോദനം, ഒരാശ്വാസം, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആനന്ദത്തിൻ്റെ ഇത്തിരി വട്ടം പങ്കുവയ്ക്കാൻ നമുക്കും കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, സങ്കടത്തിൻ്റെ കാറ്റ് വീശുന്ന ഒരു കാലത്ത്, എല്ലാവരുടെയും മുഖത്ത് മ്ലാനത തളം കെട്ടി നിൽക്കുന്ന ഒരു കാലത്ത്, നിന്നോടുള്ള ബന്ധവും നിന്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവവും ഞങ്ങളിൽ ആനന്ദം നിറയ്ക്കട്ടെ. ഞങ്ങൾ നിന്റെ സ്നേഹിതർ, നിന്റെ ആനന്ദത്തിൻ്റെ പ്രഘോഷകർ ആകട്ടെ. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നീ ആനന്ദത്തിൻ്റെ സമ്മാനങ്ങൾ നൽകണമേ. സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ. വിഷാദത്തെ, നിരാശയെ നീ മാറ്റണമേ. നിന്നിൽ ആശ്രയിക്കാനും നിന്റെ പദ്ധതികളിൽ ആനന്ദം കണ്ടെത്താനും ഞങ്ങളെ പഠിപ്പിക്കണേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.